ഹരേ കൃഷ്ണ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം മനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്രനേത്രാ യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹദ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി ശ്രോതീർണാ ഖലു പാണ്ഡവൈ രണനദീം കൈവർത്തക കേശവ പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധന ബോധിതം ലോകേ സജ്ജന ഷഡ്പതേരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഖാം. ധ്യാനാവസ്ഥിതകൃതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേ പ്രയതഃ പുമാൻ വിഷ്ണോ പദമാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്തഹി പാപാനി പൂർവജന്മകൃതാനി ച. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സർക്രീതാം ഗീതാംബസി സ്നാനം സംസാരമലനാശനം. ഗീതാസു ഗീതകർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപദ്മാത് വിനിസൃതാ. ഭാരതാമൃതം സർവസ്വം വിഷ്ണോർവക്ത്രാത് വിനിസൃതം. ഗീതോ ഗംഗോദകം പീത്വാ പുനർജന്മം ന വിദ്യതേ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന
പാർത്ഥോ വത്സ സുധീർദോക്തം ദുക്തം ഗീതാമൃതം മഹദ്. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതാമേകോ ദേവോ ദേവകീപുത്ര ഏവ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഹരേ കൃഷ്ണ. ന ചെയ്തതിത്മക്കതരന്നോ ഗരീയോ യഥാ ജയേമ യതി വാനോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവ വിഷാമാം സ്തേ അവസ്ഥിത പ്രമുഖ ധാർത്തരാഷ്ട്ര. എന്താ പറയണത്? അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? എങ്കിലും അവരിപ്പോൾ ഈ യുദ്ധത്തിനായിട്ട് നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. എന്താ പറയണത്? ഈ ഒരു യുദ്ധത്തില് ജയിക്കോ തോൽക്കുകയാണോ ചെയ്യുന്നത് ഒന്നും അറിയില്ലല്ലോ നമുക്ക്. അല്ലെ, നമ്മളൊരു കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു നെഗറ്റീവ് ഇടും. ഇതിപ്പോ നടക്കോ ഇല്ലയോ എന്നിപ്പോൾ ഉള്ളൊരു ഉറപ്പൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത്? നമ്മളൊരു നെഗറ്റീവ് എനർജി നമ്മളവിടെ അപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു ടോക്ക് നമ്മൾ അവിടെ സംസാരിക്കില്ലേ. നമ്മളൊരു കാര്യം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് വിചാരിക്കും? ഇത് നേരെയാവോന്ന് അറിയില്ല, ഒന്ന് നോക്കാം അല്ലേ. ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പറയും. വേറെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഈ ഒരു വാക്ക് പറയും. പക്ഷേ ഇതൊക്കെ ഭഗവാനങ്ങ് വിട്ടുകൊടുത്ത് ചെയ്തുകൂടെ? ഭഗവാനെ വിട്ടുകൊടുത്ത് ചെയ്താൽ എന്താ, എല്ലാത്തിനും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ പാചകം ചെയ്യുമ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലി ചെയ്തു കഴിഞ്ഞാലോ അതിനെ ഏറെ 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 രുചിയായിരിക്കും ലഭിക്കുക. പറയാണ് തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എന്താ, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവരിപ്പോൾ യുദ്ധത്തിനായിട്ട് നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അർജുനന്. അത് കഴിഞ്ഞിട്ട് എന്താ പറയണത്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃശ്ചാപിതാം ധർമ്മസമൂഢചേത യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാന്തിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് പറയുന്നത് കാർപ്പണ്യദോഷം കൊണ്ട് ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ആള്. അതുപോലെ ധർമ്മസമൂഢചേത, ധർമ്മം ഏതെന്ന് സംശയിക്കുന്ന ചേതസ്സോടു കൂടിയ ആള്. പൃശ്ചാമി ചോദിക്കുന്നു. അതുപോലെ ശ്രേയ, യശ്രേയ എന്ന് വെച്ചാൽ എന്താ? ശ്രേയസായി, സ്യാത് ഭവിക്കുമോ. ബ്രൂഹി എന്താ? പറഞ്ഞു തന്നാലും. എന്താ? ഉപദേശം നൽകി. ശാന്തിമാം എന്ന് പറയുന്നുണ്ട്. ശിഷ്യസ്തേ അഹം ശാന്തിമാം ത്വാം പ്രപന്നം. എന്താ? ഉപദേശം നൽകി നേരെയാക്കൂ, അല്ലെങ്കിൽ എന്താ? ശാസിക്കൂ, എന്നെ ശാസിച്ചാലും എന്നെ പഠിപ്പിച്ചാലും എന്ന് അർജുനൻ ഭഗവാനോട് പറയാണ് ചെയ്യണത്. എന്താ? ഈ ഒരു ദൗർബല്യം കൊണ്ട്, ഈ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് എൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് വ്യക്തമാകണില്ല ഭഗവാനെ എന്ന് പറയാണ്. എന്താ പറയണത്? നമുക്ക് ചില സമയത്ത് എന്താ ചെയ്യേണ്ടത്, അടുത്തത് എന്താ ചെയ്യേണ്ടത്, അടുത്ത നിമിഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സംഭവം വന്ന് നിൽക്കുകയാണ്, പക്ഷെ അടുത്ത നിമിഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. നമ്മൾ വളരെ കൺഫ്യൂഷൻ അടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് അർജുനനും ഇവിടെ നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. എന്താ? ഭഗവത്ഗീതയില് ജീവിത ലക്ഷ്യം നിറവേറ്റാനായിട്ട് വഴി കാട്ടിത്തരാനായിട്ട് കഴിയുന്ന വിശ്വാസ്യനായിട്ടുള്ളൊരു
ആധ്യാത്മ ഗുരുവിനെ സമീപിക്കേണ്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. എന്താ ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് ചോദിച്ചതെന്ന് പറഞ്ഞു തരണം അല്ലെ. നമ്മളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്, നമുക്ക് എന്താണ് നമുക്ക് ഇനി തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയത്തില്ല, എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗുരുവിനെ സമീപിക്കാം. ഗുരു നമുക്ക് പറഞ്ഞു തരും. ആരാണ്? ഭഗവാനെക്കാട്ടും മുകളിലിരിക്കുന്ന ആളാണ് ആര്? ഗുരു. അപ്പൊ ഗുരു പറഞ്ഞു തന്നാൽ നമുക്കെന്താ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകും അല്ലെ. ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു തന്നാൽ നമുക്കെന്താ അതൊരു ഉപദേശമായിട്ട് നമുക്കൊരു ജീവിതത്തിൽ നല്ലൊരു കാര്യമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അങ്ങനെയാണ് സംഭവിക്കുക. അതുകൊണ്ട് ഞാന് ശരണം പ്രാപിക്കുകയാണ് അങ്ങേ. എന്തിനാ? ശിഷ്യനായിട്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനൊരു ഉപദേശം നൽകിയാലും, ഒരു ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് ഒരു ഉപദേശം നൽകണം. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്. നമ്മളും ഇങ്ങനൊരു സമയത്ത് വേണം. ഇങ്ങനൊരു സമയത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മള് മറ്റുള്ളവരെ ഒന്നും നമ്മൾ സമീപിക്കരുത്. നമ്മുടെ ഗുരുവിനെ പോയിട്ട് നമ്മൾ സമീപിക്കുക. ആരാണ് നമ്മുടെ ഗുരു എന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗുരു ഉണ്ട് അല്ലെ. ആ ഗുരുവിനോട് പോയി ചോദിക്കുക, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു പരിഹാരം അവിടെ കണ്ടെത്തിയിരിക്കും. ആ പരിഹാരം ചെയ്യാൻ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധനായിരിക്കണം. നഹി പ്രപശ്യാമി മപാനുദ്യ ദൃശ്യോ മുക്ഷോണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസ്പദനമൃതം രാജ്യം സുരാണാം അഭി ചാധിപത്യം. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ആരാണ് ഇതൊക്കെ പറയണത്? അർജുനൻ തന്നെയാട്ടോ പറയണത്. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികൾ ഇല്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടു കൂടിയുമുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കില്ല എന്ന് പറയാണ്. എന്താണ് ഇന്ദ്രിയങ്ങളെ അലട്ടുന്നത്? ഈ ദുഃഖത്തെ. എന്താണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണ്ണ്, മൂക്ക്, ചെവി, വായ, ഇതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. ഇപ്പൊ കണ്ണ് പറയാണ് അവിടെ നോക്കി എന്താ സംഭവം എന്ന് അറിയാമോ? നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോവും അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം, ഇല്ല, ഞാൻ എൻ്റെ ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയാ. അവിടെ ആ ഭഗവാനെ മാത്രം നോക്കുക, ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കുക, ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുക. ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭഗവാനിലേക്ക്, നമ്മൾ മറ്റുള്ള കാര്യത്തിലേക്കൊന്നും നമ്മുടെ മനസ്സ് കൈവിട്ടു പോകില്ല. ഇനി ചെവി മറ്റുള്ളവർ കുറ്റം പറയണത് കേൾക്കൂലേ. അയ്യോ നീ അറിഞ്ഞായിരുന്നു അപ്പുറത്തെ വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ തുടങ്ങൂലേ. പക്ഷേ നമ്മളപ്പം എന്ത് പറയണം? എവിടെയാണോ നാമജപം കേൾക്കുന്നേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എവിടെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കേൾക്കുന്നത്, എവിടെയാ ഭഗവാനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോവില്ല, മറ്റുള്ള കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകില്ല. അല്ലെങ്കിൽ മൂക്ക് കൊണ്ട് ശ്വസിക്കുക, നല്ല ശ്വാസം ശ്വസിക്കുക. ആ ദുർഘടം ഒക്കെ ശ്വസിക്കേണ്ടി വരും അല്ലേ. ശ്വസിക്കാതെ നല്ല വായു ശ്വസിക്കുക. ഇനി നാവ് കൊണ്ട് നാമം ജപിക്കുക. നാവ് കൊണ്ട് നാമം ജപിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആ നാമം ജപിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് പറ്റില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ചു കെട്ടും. പക്ഷെ ആ ഇന്ദ്രിയങ്ങളെ നമ്മുടെ പരിധിയിൽ നമ്മൾ നിർത്താൻ നോക്കണം. അവിടെ ആ ഇന്ദ്രിയങ്ങൾ അലട്ടുന്ന ദുഃഖത്തെ ശമിപ്പിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ ഉപായം കണ്ടെത്താനായിട്ട് കഴിയും. അതാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ വിജയിപ്പിക്കണം.
ഇപ്പോൾ മതസിദ്ധാന്തങ്ങളെയും നീതിശാസ്ത്രങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള വാദമുഖങ്ങൾ ഒട്ടേറെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ഗുരുവായ ഭഗവാന്റെ സഹായം കൂടാതെ തൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അർജുനന് സാധിച്ചില്ല എന്ന് കാണാം. അല്ലേ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്ത് പോകും? ആരുടെ അടുത്ത് പോകും? നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് പോകും. ഗുരു നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നു. ഹരേ കൃഷ്ണ.